ഹായ് മാന്യ പ്രേക്ഷകരെ, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒന്ന് രണ്ട് കുലകൾ വിളവെടുക്കുന്ന വീഡിയോ ആണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വിത്ത് മുതൽ വിളവ് വരെയാണ്. അതായത് വാഴ വിത്താണെങ്കിൽ വാഴ വിത്ത് നടുന്നത് മുതൽ അതിൻ്റെ വളമിടിയിൽ അതിൻ്റെ വിപണനം, അതിൻ്റെ കൊലവെട്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ജൈവ കൃഷിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഒരു പൂവമ്പഴയാണ്, ഒരു പൂവൻ കൊലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടു, ഇതിന് ഊന്നുകാലൊന്നും കൊടുത്തില്ല. ഇത് നല്ല പിണ്ടിക്കൊക്കെ നല്ല വണ്ണമാണ്. അതുകൊണ്ട് തന്നെ പഴം വളരെ സ്വാദിഷ്ടമായി. ഇനി നമുക്ക് ഒരു കൊലയും കൂടെ വെട്ടാനുണ്ട്, നമുക്ക് അതുകൂടെ വെട്ടാം. നമ്മൾ പൂവൻകൊല വെട്ടിക്കഴിഞ്ഞു. ഇനിയും ഇത് നിങ്ങൾ കണ്ടതൊരു പാളന്തരം കൊലയാണ്. ഈ കൊല നിങ്ങൾ കണ്ടു. സാധാരണഗതിയിൽ ഇത്രയും വലിയ ഒരു കൊലയ്ക്ക് ഊന്നുകമ്പില്ലാതെ നിൽക്കത്തില്ല. അപ്പോൾ ഇത് ഊന്നുകമ്പില്ലാതെ ഉദയൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം ജൈവവളം ഇട്ടതുകൊണ്ടാണ്. കാരണം പിണ്ടിക്ക് നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് ഊന്നുകമ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോഴ് പാളാന്തോടൻ കൊലയ്ക്ക് നല്ല വിലയാണ്. പാളാന്തോടൻ കൊലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പിണ്ടിയും അതുപോലെ തന്നെ കൂമ്പും അതുപോലെ തന്നെ കായകളും ഒക്കെ വിവിധങ്ങളായ കറികൾ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പാളാന്തോടൻ കൊലയ്ക്ക് അതായത് വിലക്കുറവായിരുന്നു, പക്ഷേ ഇപ്പോഴും നല്ല വിലയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഈ വാഴ വെട്ടിയതിന് ശേഷം ഈ വാഴപ്പിണ്ടിയിൽ നിന്നും കള്ള് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്, ആ കള്ള് നമുക്ക് ശരീരത്തിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കും എന്നതിനെപ്പറ്റി കൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് വെട്ടാൻ പോവുകയാണ്, ഈ കൊലയൊന്ന് വെട്ടിയെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വിളവെടുപ്പ് കൊല പൂവൻ കൊലയാണിത്. ഇത് പാളാന്തോടൻ കൊല, സാമാന്യം നല്ല കായാണ്. അപ്പം ഇത് നട്ട രീതി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു, ഇതിൻ്റെ വളപ്രയോഗം പങ്കുവച്ചിരുന്നു. അപ്പം വെട്ടിയെടുത്തു. ഇനി ഇത് വിൽക്കുകയാണ്. ഇപ്പോഴ് ഈ രണ്ട് കൊലയ്ക്കും നല്ല വിലയാണ്, ഓണ സീസണാണ്. അതുപോലെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, നിങ്ങൾ ഈ വാഴകളൊന്ന് ശ്രദ്ധിക്കുക. ഈ വാഴ വെട്ടിയതിന് ശേഷം, തള്ളവാഴ വെട്ടിയതിന് ശേഷം ഇതിനകത്ത് 1, 2, 3, 4, 5, 6ഓളം വാഴ തൈകളുണ്ട്. ഈ 6ഉം ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇതിന് വളം ചെയ്യും. വളം ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും ഇതിൻ്റെ കൊലകൾ നമുക്ക് ലഭിക്കും. അപ്പം അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മളത് മൊത്തം എടുത്തു കളേണ്ട കാര്യമില്ല. അല്പം അകലെയായിട്ടുള്ള വിത്തുകളാണെങ്കിൽ അത് നിർത്തിക്കൊണ്ട് വളം ചെയ്താൽ മതി, വളരെ പെട്ടെന്ന് നമുക്ക് കൊലകൾ ലഭ്യമാകും. അതുപോലെ തന്നെ ഈ കൊലകളുടെ പ്രത്യേകം നമുക്കറിയാം, ഒരുപാട് വലുപ്പമില്ല, എന്നാലും സാമാന്യം വലുപ്പമുണ്ട്, നല്ല കായുമുണ്ട്. ആ രീതികളാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി ഇത് വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ്, തീർച്ചയായിട്ടും അതോടെ വീഡിയോ കാണിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കള്ള് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വിളവെടുത്ത പൂവൻകൊലയും പാളാന്തോടൻ കൊലയും
വിൽക്കാനായി കൊണ്ടുപോവുകയാണ്. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച കുലയായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഓർഡർ കിട്ടുന്നുണ്ട്. അത് ജൈവ വാഴക്കുലകൾ വിൽക്കുന്ന കടയുണ്ട്, ആ കടയിൽ കൊണ്ടുപോയി വിൽക്കാനാണ്. ഇതിന് 40 രൂപ വില കിലോയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള പാളാന്തോടിന്. ഇതിന് 56 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഹായ്.